നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. അധികം വൈകാതെ വിത്തിറക്കണം. നീ വയലിലേക്ക് വേഗം ചെല്ല്. ഞാൻ ഉടനെ പോകാം അപ്പ. മകനെ, നീ വേഗം വിത്തൊരുക്കാൻ നോക്ക്. ഈ അപ്പന് വേറെ പണിയൊന്നുമില്ല. ഈ കൃഷിയൊക്കെ എനിക്ക് മടുത്തു. മോനെ, അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റൂ. അധ്വാനിക്കാതെ ജീവിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പ, ഞാൻ വയലിലേക്ക് പോകുന്നു. ശരി മോനെ. അപ്പനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണാവൂ? നമുക്ക് ഇത്രയും സ്വത്തുണ്ടല്ലോ, അതിൽ ഒരുപാട് എന്റേതല്ലേ? അതെ. അങ്ങനെയെങ്കിൽ എനിക്കുള്ളത് അപ്പനെങ്കിൽ ഒന്നേക്കൂ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. മോനെ, നീ എന്താ ഈ പറയുന്നേ? അപ്പനെ തരാൻ പറ്റുമെങ്കിൽ താ. മോനെ, അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഞാൻ തന്നേക്കാം. അപ്പനും ജ്യേഷ്ഠനും വയലിൽ കിടന്ന് വിയർക്കുന്നു. എനിക്കാണെങ്കിൽ പരമസുഖം. അതെ അതെ, നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാ. അതെ, പിന്നെ എനിക്കൊരു 10,000 പണം വേണമായിരുന്നു. ഇതാ പിടിച്ചോ. ഞാനുള്ളപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കാനിട വരരുത്. ഞാൻ ഉടനെ മടക്കി തന്നേക്കാം. ഓക്കെ. അയ്യോ, എന്റെ പണം എവിടെ? എന്റെ കൂട്ടുകാരെ കാണാനില്ലല്ലോ. വിശന്നിട്ടും വയ്യ. ഇനി ആരോടെങ്കിലും ഒരു ജോലി അന്വേഷിക്കാം. ആരാണാവോ? കയറി വാ. യജമാനെ, ഞാനൊന്ന് ദൂരെ നാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ കയ്യിലെ പണമൊക്കെ തീർന്നു. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഇവിടെ ഇപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുതേ. എന്തെങ്കിലും ജോലി മതി, എന്റെ വിശപ്പടക്കാൻ മാത്രം. ആ, തൽക്കാലം ഇവിടുത്തെ പന്നികളെ മേയ്ക്കാൻ പോയിക്കൊള്ളൂ. എനിക്കെന്ത് കൂലി തരും? ആഹാ, കൂലിയോ? നീ ആദ്യം ജോലി ചെയ്യൂ, എന്നിട്ടല്ലേ കൂലി. അയ്യോ, വിശന്നിട്ട് കുടല് കത്തുന്നു. ആ പന്നിക്ക് കൊടുക്കുന്ന നാളോരെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. കാത്തിരിക്കുന്നത്. എന്തായാലും എന്റെ മകൻ മടങ്ങി വരാതിരിക്കില്ല. കാത്തിരുന്നോ. അവൻ കൊണ്ടുപോയതിന് ഇരട്ടി സ്വത്തുമായിട്ട് വരും. അല്ല പിന്നെ. ഞാൻ വയലിലേക്ക് പോകുന്നു. അയ്യോ, അതെന്റെ മകനല്ലേ വരുന്നേ? മോനെ, മോനെ. അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. വേഗം മേൽത്തരമായ അങ്കി കൊണ്ട് ഇവനെ ധരിപ്പിക്കൂ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവീൻ. കടിപ്പിച്ച കാളകളെ ഇറക്കുവീൻ. നാം ഇന്ന്
ലോകത്തിന്റെ ആകർഷണങ്ങളിൽ അകപ്പെട്ട് പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നിലംപതിക്കുന്നതായി കാണാം. എന്നാൽ ലോകമോഹങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുകയാണ് എന്ന വസ്തുത പലപ്പോഴും മനുഷ്യർ മറന്നുപോകുന്നു. എന്നാൽ നമ്മുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവുണ്ട്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നേഹവാനായ ആ പിതാവിന്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങാം. ഗോഡ് ബ്ലെസ് യു.